നമസ്കാരം. 20th അവറാണ് നിഗൂഢതകൾ 20-ാം മണിക്കൂർ. ഒരച്ഛനെ പാഴ്സലാക്കി കൊറിയർ അയക്കാൻ ചെന്ന ഒരു പെൺകുട്ടി കുടുംബത്തോടു കൂടിയാണ് റീൽ എടുക്കാനാണത്രേ ഒരു പിഞ്ചു കുഞ്ഞിനെ, അതായത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് ആസിഡ് ആക്രമണത്തിന് ഇരയാകുന്നു. ഇങ്ങനെ എത്ര നിഗൂഢമായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഈ വാർത്തകളിലേക്ക് നമുക്ക് വിശദമായി എത്താം. സ്വാഗതം ഒരിക്കൽ കൂടി. അച്ഛനെ ചാക്കിലാക്കി കൊറിയർ ചെയ്യാൻ ശ്രമിച്ച യുവതി റീൽ ചിത്രീകരിക്കാൻ വേണ്ടിയെന്ന വാദം. ചാക്ക് തുറന്നപ്പോൾ ഞെട്ടി കൊറിയർ ജീവനക്കാർ. ബംഗളൂരുവിൽ നിന്നുള്ള കാഴ്ചയാണ്. വ്യാളികാവൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊറിയർ സർവീസ് ഓഫീസിലേക്ക് ഭർത്താവിന്റെയും ഭർത്തൃമാതാവിന്റെയും ഭർത്തൃ സഹോദരന്റെയും ഒപ്പമാണ് ആ യുവതി എത്തുന്നത്. കയ്യിൽ കരുതിയ ഒരു വലിയ ചാക്കുകെട്ട് കൊറിയർ ചെയ്യണം എന്നതായിരുന്നു അവിടെ ആവശ്യം. ചാക്കിൽ എന്താണ് എന്ന് കൊറിയർ സർവീസിലെ ജീവനക്കാർ ചോദിക്കുമ്പോൾ യുവതിയും കുടുംബവും മൗനം പാലിക്കുകയാണ്. അങ്ങനെ ജീവനക്കാർ ചാക്ക് തുറന്നപ്പോഴാണ് ആ യുവതിയുടെ അച്ഛൻ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ ചാക്കിനുള്ളിൽ കെട്ടിവെച്ചിരുന്ന അദ്ദേഹം പുറത്തേക്ക് വരുമ്പോൾ ക്ഷീണിതനായിരുന്നു എന്നാണ് ആ ജീവനക്കാർ പറയുന്നത്. ശ്വാസം എടുക്കാനും അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത്രേ. എന്താണെങ്കിലും ഭയന്നുപോയ ജീവനക്കാരോട് തമാശ റീൽ എടുക്കുന്നതിന് വേണ്ടിയാണ് അച്ഛനെ ചാക്കിലാക്കി കൊണ്ടുവന്നത് എന്നാണ് ആ യുവതി പറഞ്ഞത്. ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയ സ്ഥിതിക്ക് അച്ഛനെ കൊറിയർ ചെയ്യണമെന്ന് അവിടെ വെച്ച് നിർബന്ധം പിടിക്കുകയും ചെയ്തു, തർക്കിക്കുകയും ചെയ്തു ആ ജീവനക്കാരോട്. അങ്ങനെ ആ കൊറിയർ ജീവനക്കാർ നേരെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ടു. സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത ശേഷം മേലാൽ ഇമാതിരി പരിപാടിയുമായി ഇറങ്ങരുത് എന്ന് താക്കീത് നൽകിയാണ് പോലീസ് അവരെ വിട്ടയച്ചത്. മാത്രമല്ല, ചെയ്തത് തെറ്റായി പോയി എന്ന് മാപ്പ് പറയുന്ന ഒരു വീഡിയോയും അവരെ കൊണ്ട് പുറത്തു പിടിപ്പിച്ചു പോലീസ്. 5 ಜನ ಸೇರಿ ವಯಲಿಕಾವಲಿನ ಕೊರಿಯರ್ ಆಫೀಸ್ನಲ್ಲಿ ನನ್ನ ತಂದೆಯವ್ರನ್ನ ಚೀಲದಲ್ಲಿ ಹಾಕಿ ತಗೊಂಡು ಹೋಗಿ ಯುಗಾದಿ ಮತ್ತೆ ರಂಜಾನ್ ಹಬ್ಬ ಪ್ರಯುಕ್ತವಾಗಿ ಎಲ್ಲ ಬಸ್ ರೇಟ್ ಜಾಸ್ತಿ ಆಗಿದೆ ಹಾಗೂ ಸೀಟ್ ಸಿಗ್ತಾ ಇಲ್ಲ ಅನ್ನೋ ಒಂದು ಮೆಸೇಜ್ ನ ಕಳಿಸ್ಲಿಕ್ಕಾಗಿ ಒಂದು ಪ್ರ್ಯಾಂಕ್ ಮೂಲಕ ತಿಳಿಸೋಣ ಅಂತ ಮಾಡ್ಲಿಕ್ಕೆ ಹೋದ್ವಿ. ಈ ರೀತಿ ಮಾಡೋ ತಪ್ಪು ಅಂತ ಗೊತ್ತಾಗಿಲ್ಲ ನಮಗೆ. ಇದು ನಮಗೆ ಗೊತ್ತಾಗಿದ್ರಿಂದ ಈಗ ನಾವು ಕ್ಷಮೆ ಕೇಳ್ತಾ ಇದ್ದೀವಿ. ഈ റീല് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവർ പറയുന്നുണ്ട്. അതായത് ഈ യുഗാദി റംസാൻ സീസണിൽ ബസ് ടിക്കറ്റുകൾ ലഭിക്കാത്ത അവസ്ഥയാണ് എന്നും
അതിനേക്കാൾ ഭേദം ആളുകളെ കൊറിയർ ചെയ്യുന്നതാണ് നല്ലത് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചിത്രീകരിക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ. എന്തായാലും യുവതിയുടെ വാദം കേട്ടാണ് കൊറിയർ കമ്പനിക്കാർക്ക് കൂടുതൽ അമ്പരപ്പ് തോന്നിയത്. ഉള്ളിൽ കയറിയ അച്ഛൻ, പിന്നീട് അച്ഛൻ്റെ പ്രതികരണമൊക്കെ വന്നു. ഇവരെല്ലാവരും ചേർന്ന് തന്നെ ആലോചിച്ചെടുത്ത ഒരു പരിപാടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയുടെ പോക്ക്, അല്ലെങ്കിൽ നമ്മൾ അതിലേക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ള ചോദ്യമായിരിക്കും ഉയരുക. ഒരുപക്ഷെ ഇന്ന് രാജ്യത്തെ ആകെ ഒരേ സമയം ചിരിപ്പിക്കുകയും ഒന്ന് അമ്പരപ്പിക്കുകയും ചെയ്ത ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. സ്കൂൾ വിട്ടു പോകും വഴി 6ാം ക്ലാസ്സുകാരിക്ക് നേരെ ആസിഡ് ആക്രമണം. 13 വയസ്സുകാരിയുടെ മുഖത്ത് ഗുരുതരമായ പൊള്ളലേറ്റു. പ്രതിയെ കണ്ടെത്താൻ കഴിയാത്തതിൽ പ്രതിഷേധം. മഹാരാഷ്ട്രയിലെ അഹല്യാനഗറിനടുത്ത് അവിടെ വഡ്ഗാവ് പാൻ എന്ന ഗ്രാമം, അവിടെയുള്ള 13 വയസ്സുകാരിയായ പെൺകുട്ടിയാണ് ഈ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയായത്. സ്കൂൾ കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് സൈക്കിൾ ചവിട്ടി പോവുകയാണ്. ഏതാണ്ട് 4 കിലോമീറ്റർ അകലെയാണ് സ്കൂളിൽ നിന്ന് വീട്. ആ പോകുന്ന വഴിയിൽ കൃഷിയിടങ്ങൾ നിറഞ്ഞ ഒരു പ്രദേശം, അവിടെ ആകെ വിജനമായി കിടക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ പ്രതി നേരെ മുഖത്തേക്ക് ആസിഡ് ഒഴിച്ച ശേഷം കടന്നു കളഞ്ഞത്. അവൾ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ആ നാട്ടുകാരെ ശബ്ദം കേട്ട് ഓടിയെത്തുന്നത്. അവളുടെ അച്ഛനും അമ്മയും എത്തി അവളെ അഹല്യാനഗറിലെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ചികിത്സയിലാണ് അവൾ അവിടെ. എന്നാലും ഭാരതീയ ന്യായ സംഹിത 124, 126 വകുപ്പുകൾ പ്രകാരം സംഗനർ താലൂക്ക് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. आज एक 12 साल की लड़की है, उसके ऊपर एसिड फेंका गया और गंभीर रूप से यानी कि जख्मी हो गई। तो उसको PMG हॉस्पिटल बड़ौदा मेडिकल कॉलेज का जो हॉस्पिटल है वहाँ भर्ती किया गया है और संगमनेर तालुका पुलिस स्टेशन वहाँ ऑफेंस दर्ज किया है, सेक्शन 124(1) PNS। को हम परिसर में कुछ CCTV या कुछ जितना हमारे पास प्रिलिमिनरी यानी कि जानकारी है के हिसाब से हम उसको ആ കുറ്റവാളി ആരെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ആരാണ്, എന്താണ് അതിന്റെ പ്രകോപനം എന്നും ഒരു വ്യക്തതയുമില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ എന്താണ് കാരണമെന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഈ പ്രതിയെ കണ്ടെത്താനായി, തിരിച്ചറിയാനായി ഗ്രാമത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ഒക്കെ CCTV ക്യാമറകൾ പരിശോധിക്കാൻ വേണ്ടി തന്നെ പല സംഘങ്ങളെ രൂപീകരിച്ചിട്ടുണ്ട്. വല്ലാത്തൊരു നോവാണ് അവൻ. ആസിഡ് ആക്രമണം എന്ന് ഒരുപക്ഷെ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല അവൾ ഒരിക്കലും. ഇന്ന് അവൾ ആസിഡ് ആക്രമണത്തിന് ഇരയാണ്. വലിയ വേദനയിൽ ഒരു കണ്ണിൽ ഉൾപ്പെടെയാണ് ആസിഡ് വന്നു വീണത്. अच्छा, तू ओळखीत पण नाही त्याला? तू घरी चालली होती, त्याने काही विचारलं असेल ना तुला? काय विचारलं? तू ओळखत पण नाही त्या माणसाला? कोण, पोरगा होता की माणूस होता? अच्छा, गावातलं होता? സ്കൂളിന്റെ അടുത്തുള്ള സമീപത്ത് ജീവിക്കുന്ന ആളുകളിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഈ പ്രശ്നത്തിൽ അഹല്യാനഗറിൽ വലിയ പ്രതിഷേധമാണ്. കാരണം ആ കുഞ്ഞിന് നേരെ ഇത്തരത്തിലൊരു ആസിഡ് ആക്രമണം ഉണ്ടായിട്ടും പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അതിലെ വലിയ പ്രശ്നം.
ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഉടൻ തന്നെ പ്രതിയെ കണ്ടെത്തിയേ മതിയാകൂ എന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നു. ഒപ്പം സർക്കാരും അതിൽ കാര്യമായി ഇടപെടുന്നത്. കോക്ടെയിലിൽ മയക്കുമരുന്ന് നൽകി ഭർത്താവിനെ കൊന്നു. പിന്നീട് ആ ഭർത്താവിന് സമർപ്പിച്ച് പുസ്തകരചനയും. കോറി റിച്ചിൻസ് കുറ്റക്കാരിയെന്ന് കോടതി. അമിതമായ അളവിൽ മാരക മയക്കുമരുന്ന് നൽകി ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിലാണ് യൂട്ടാ സ്വദേശിയായിട്ടുള്ള യുവ എഴുത്തുകാരി കോറിൻ റിച്ചിൻസിനെ ഇപ്പോൾ കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയത്. US കോടതിയാണ് 35 വയസ്സുകാരിയെ ശിക്ഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. 2022 മാർച്ച് 4 ഭർത്താവ് എറിക് റിച്ചിൻസ് എന്ന യുവാവിനെ ഈ കോറി റിച്ചിൻസ് കൊലപ്പെടുത്തുന്നത്. കോക്ടെയിലിൽ അമിതമായ അളവിൽ മയക്കുമരുന്ന് കലർത്തി നൽകിയായിരുന്നു ആ കൊലപാതകം. ഏതാണ്ട് 2 ആഴ്ചയോളം നീണ്ടുനിന്ന വിചാരണയ്ക്കൊടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ ഈ പ്രതി കുറ്റക്കാരിയാണെന്നുള്ള വിധി വന്നത്. കൊലപാതക ശ്രമം, ഇൻഷുറൻസ് തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങളൊക്കെയാണ് ഈ പ്രതിക്കെതിരെ ഇപ്പോൾ തെളിയുന്നത്. ആ മയക്കുമരുന്ന് നൽകിയ ആൾ ഉൾപ്പെടെ ഏതാണ്ട് 40ഓളം സാക്ഷികളെ കേസിൽ വിസ്തരിച്ചിരുന്നു. എന്തായിരുന്നു അവൾ ഇങ്ങനെ ഭർത്താവിനെ കൊല്ലാനുള്ള തീരുമാനമെടുക്കാൻ കാരണം? ഭർത്താവിന്റെ പേരിൽ ഏതാണ്ട് 37 കോടി രൂപയോളം വില വരുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റ് കൈക്കലാക്കണം. മാത്രമല്ല അവൾക്ക് മറ്റൊരു ആൺസുഹൃത്തുണ്ട്. ആ ആൺസുഹൃത്തുമായുള്ള ബന്ധം അത് നിലനിർത്തണം. അയാൾക്കൊപ്പം ജീവിക്കണം. ഇതായിരുന്നു കോറി റിച്ചിൻസിനെ ഭർത്താവിനെ കൊലപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് എത്തിച്ചതെന്നാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ. സംഭവ സമയം റിച്ചിൻസിന് വലിയ കടബാധ്യത ഉണ്ടായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഭർത്താവിനെ കൊലപ്പെടുത്തി ആ സ്വത്ത് കൈക്കലാക്കാം. മറ്റൊന്ന്, ഭർത്താവിന്റെ പേരിലെടുത്ത ഇൻഷുറൻസ് തുകയുണ്ട്. ആ ഇൻഷുറൻസ് തുകയും സ്വന്തമാക്കാം. അതായിരുന്നു അവളുടെ ലക്ഷ്യം. നേരത്തെയും സമാനമായിട്ടുള്ള ഒരു കൊലപാതക ശ്രമം ഇവളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അന്ന് സാൻഡ്വിച്ചിലാണ് വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചത്. ഇത്തവണ ഭർത്താവിന് ഈ കോക്ടെയിൽ ഒഴിച്ച മദ്യം നൽകിയ ശേഷം ഞാൻ ഉറങ്ങാൻ പോയി എന്നും പിന്നീട് തിരികെ വന്നപ്പോൾ ഭർത്താവിന് അനക്കമില്ലായിരുന്നു എന്നാണ് കോറി റിച്ചിൻസ് ആദ്യം പോലീസിനെ വിളിച്ചറിയിക്കുന്നത്. അങ്ങനെ അമിതമായ അളവിൽ മയക്കുമരുന്ന് നൽകിയാണ് ആ ഭർത്താവിന്റെ ജീവൻ അവൾ എടുക്കുന്നത്. തുടർന്ന് സ്വാഭാവിക മരണമായത് ചിത്രീകരിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. കോടതി കുറ്റക്കാരി എന്ന് വിധിക്കുന്നത് നിസ്സംഗതയോടുകൂടിയാണ് അവൾ ആ ന്യായപീഠത്തിന് മുന്നിൽ കേട്ടിരുന്നത്. Count 1, aggravated murder. We, the jury, unanimously find that the defendant, Corey Richins, is guilty of aggravated murder. We, the jury, unanimously agree that the prosecution has proved the following circumstance or circumstances regarding count 1 beyond a reasonable doubt. The homicide was committed for pecuniary gain, and the homicide was committed by means of the administration of any substance administered in a lethal amount, dosage, or quantity. Count 2, attempted aggravated murder. We, the jury, unanimously find that the defendant, Corey Richins, is guilty of attempted aggravated murder. We, the jury, unanimously agree the prosecution has proved the following circumstances regarding count 2 beyond a reasonable doubt. The attempted homicide was committed for pecuniary gain. Count 3, insurance fraud. We, the jury, unanimously find that the defendant, Corey Richins, is guilty of insurance fraud.
Count 4, insurance fraud. We, the jury, unanimously find that the defendant, Corey Richins, is guilty of insurance fraud. Count 5, forgery. We, the jury, unanimously find that the defendant, Corey Richins, is guilty of forgery. It's signed by the foreperson. Please have his seat. അങ്ങനെ വിവിധ വകുപ്പുകൾ പ്രകാരം അവൾ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തി. ഈ ഭർത്താവിന്റെ മരണശേഷം കോറി റിച്ചിൻസ് കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകവും എഴുതി. എന്നിട്ട് ഭർത്താവിന്റെ വിയോഗത്തിലുള്ള ദുഃഖം പ്രകടമാക്കുന്നതായിരുന്നു ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം. ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടാൽ അത് എങ്ങനെ തരണം ചെയ്യാം, അത് കുട്ടികളെങ്ങനെ തരണം ചെയ്യാൻ അവരെ പ്രാപ്തരാക്കാം, ഇതൊക്കെയായിരുന്നു ആ പുസ്തകത്തിലെ കണ്ടന്റ്. തന്റെ ജീവിതത്തിലെ അനുഭവമാണെന്നും കോറി റിച്ചിൻസ് പറയുന്നു. ആർ യു വിത്ത് മീ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഭർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് കോറി ആ പുസ്തകത്തെ പറ്റി പറയുന്നത്. മികച്ച ഒരു അച്ഛനായിരുന്നു എറിക് റിച്ചിൻസ് എന്നും ആ പുസ്തകത്തിൽ അവൾ എഴുതിയിട്ടുണ്ട്. ഈ അമിതമായ അളവിൽ മയക്കുമരുന്ന് അകത്തു ചെന്നതാണ് ഈ മരണത്തിന് കാരണമെന്ന് പിന്നീട് നടന്ന പരിശോധനയിൽ, മൃതദേഹത്തിന്റെ പരിശോധനയിലാണ്, പോസ്റ്റ്മോർട്ടത്തിലാണ് കണ്ടെത്തുന്നത്. അങ്ങനെയാണ് പോലീസ് അന്വേഷണം ആ തരത്തിൽ നടത്തുന്നത്. കോറി റിച്ചിൻസ് വലിയ തോതിൽ മയക്കുമരുന്ന് വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസ് ആദ്യം ശേഖരിച്ചു. 2022 ഫെബ്രുവരിയിലെ വാലന്റൈൻസ് ഡേയിൽ ഈ കോറി റിച്ചിൻസ് ഭർത്താവിന് ഈ മയക്കുമരുന്നുകൾ അമിതമായ അളവിൽ നൽകിയിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. മയക്കുമരുന്ന് വാങ്ങി 3 ദിവസത്തിന് പിന്നാലെ വന്ന പ്രണയദിനം രണ്ടുപേരും ഒരുമിച്ചാണ് അന്ന് അത്താഴം കഴിച്ചത്. അതിനുശേഷം ഈ എറിക് റിച്ചിൻസിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ സംഭവത്തിന് ശേഷം ഭാര്യ തനിക്ക് വിഷം നൽകിയെന്ന് കരുതുന്നു എന്ന് ഒരു സുഹൃത്തിനോട് എറിക് സംശയം പ്രകടിപ്പിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഭർത്താവിനെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ കോറി റിച്ചിൻസ് എന്ന പ്രതി ഇന്റർനെറ്റ് നടത്തിയ അന്വേഷണങ്ങൾ, ബ്രൗസിംഗ് ഹിസ്റ്ററി ആ കേസിൽ നിർണായക തെളിവായിരുന്നു. സമ്പന്നരായവർക്കുള്ള ആഡംബര ജയില്, ലൈഫ് ഇൻഷുറൻസ് പോളിസികളുടെ ക്ലെയിം നേടിയെടുക്കാൻ എത്ര സമയം എടുക്കും, ഇനി നുണപരിശോധനയ്ക്ക് പോലീസ് നിർബന്ധിക്കാൻ കഴിയുമോ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ കോറി റിച്ചിൻസ് ഇന്റർനെറ്റിൽ തിരഞ്ഞത്. ആ ഹിസ്റ്ററി മുഴുവൻ പോലീസ് എടുത്തു. മയക്കുമരുന്നിന്റെ മാരകമായ അളവ് എത്രയാണ്, മരണ സർട്ടിഫിക്കറ്റിൽ മരണകാരണം മാറ്റാൻ കഴിയുമോ, ഐഫോണിലെ വിവരങ്ങൾ എന്നേക്കുമായി എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെ പല കാര്യങ്ങൾ പ്രതി ബ്രൗസ് ചെയ്ത് നോക്കിയിരുന്നു. മാത്രമല്ല, ഇൻഷുറൻസ്, ഫെഡറൽ അന്വേഷണം ഇവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചില ലേഖനങ്ങൾ അവർ ഇന്റർനെറ്റിലൂടെ വായിച്ചതായും കണ്ടെത്തി. അങ്ങനെ ഫെഡറൽ അന്വേഷണത്തിന്റെ കീഴിലാണെന്ന് സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ എന്തെല്ലാം, മരണത്തിന് ശേഷം ഇൻഷുറൻസ് ക്ലെയിം വൈകുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആണ് ഈ പ്രതി ലേഖനങ്ങൾ വായിച്ചത്. അതിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രോസിക്യൂഷന് ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയുമായിരുന്നു. എന്തായിരുന്നു അവളുടെ ലക്ഷ്യം, എന്തിനാണ് ഭർത്താവിനെ കൊന്നത്? തിരികെത്തും ഇടവേളയ്ക്ക് ശേഷം. കാമുകിയുടെ സഹോദരനും ബന്ധുവും ചേർന്ന യുവാവിനെ വെടിവെച്ചു കൊല്ലാൻ ശ്രമം. ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ഉത്തർപ്രദേശിലെ അലിഗഡിൽ നടന്ന സംഭവമാണ്. വീർപാൽ എന്ന യുവാവാണ് കാമുകിയുടെ സഹോദരന്റെയും ബന്ധുവിന്റെയും ആക്രമണത്തിൽ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നത്. രണ്ടുപേരും ചേർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന യുവാവിനെ ആശുപത്രിയിലെത്തി വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമം നടത്തുകയായിരുന്നു.
കഴിഞ്ഞ മാസമാണ് യുവാവ് ഈ മധുരയിലുള്ള അവന്റെ കാമുകിയെ കാണാനായി അവളുടെ വീട്ടിലേക്ക് പോയത്. അവിടെ വെച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. അതിനുശേഷം യുവതിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഏതാണ്ട് 15 ദിവസത്തോളം ആ പരാതിയിൽ യുവാവ് ജയിലിൽ കഴിയുകയും ചെയ്തതാണ്. ഇതിനുശേഷം ജയിലിൽ നിന്നിറങ്ങിയ ഈ യുവാവ് നാട്ടിൽ തിരിച്ചെത്തി. അലിഗഡിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിക്കുകയായിരുന്നു അവരെ. അന്ന് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഉണ്ടായ സംഘർഷത്തിൽ വീർപാലിന്റെ കൈകൾക്ക് സാരമായി പരിക്കേറ്റിരുന്നു. ഇതിന്റെ ചികിത്സയിലായിരുന്നു വീർപാൽ ആശുപത്രിയിൽ. ആ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അവളുടെ സഹോദരനും ബന്ധുവും ചേർന്ന് ആ യുവാവിനെ കാണാനായി എത്തി. അവിടെ വെച്ച് അവനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. മധുരയിൽ നിന്നുള്ള ഒരു സ്ത്രീയുമായി ഈ യുവാവിന് ഈ യുവതിയുമായി 5 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു എന്നാണ് വീർപാലിന്റെ പിതാവ് പറയുന്നത്. വീർപാലിന്റെ നില ഗുരുതരമാണ് എന്നാണ് പോലീസും ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. ये रात को लगभग 10:05 को पुलिस को एक सूचना मिली थी कि एक वेदपाल नाम का एक व्यक्ति है जिस पे कुछ लोगों ने हमला किया है। तो सूचना को पुलिस ने तत्काल अटेंड किया, वेदपाल को जेएनएमसी लेकर लाया गया। तो जहां इनका उपचार चल रहा है, मेरी डॉक्टरों से बात हुई है तो स्थिति इनकी गंभीर है, उपचार चल रहा है। डॉक्टर ने कहा कि 24 घंटे ऑब्जर्वेशन में है और 24 घंटे सर्वाइव कर पाते हैं तो सर्वाइव करेंगे। इनके फादर से मेरी मुलाकात हुई, फादर यहाँ पर आए थे। तो फादर ने ये बताया कि वेदपाल का एक लड़की के साथ प्रेम प्रसंग था पिछले 5 साल से। लड़की मथुरा की है और लड़की की शादी पिछले महीने 3 फरवरी को हुई थी। तो उसमें उनका लड़का मथुरा गया था, तो मथुरा में लड़की के घर वालों ने वेदपाल के साथ मारपीट कर दी थी। तो पुलिस को वहाँ सूचना दी गई तो वेदपाल का प्रिवेंटिव उसको किया गया था। 14-15 दिन वेदपाल जेल में रहा। उसके बाद ये छूट कर आया। तो वेदपाल के फादर का ये भी कहना है कि हाथ में ज़्यादा चोट लग गई थी उसको, तो उसका इलाज कराने यहाँ पर आए थे। और फिर जो लड़की के परिजन हैं, जिसमें लड़की के भाई, लड़की के चचेरे भाई वो शामिल हैं, वो आज आए अस्पताल में और उन्होंने इस घटना को अंजाम दिया। तो उसमें जो लड़की है, लड़की के फादर को हम लोगों ने कस्टडी में ले लिया है, जो कि बागपत में तैनात हैं। और जो लड़की का एक भाई है वो चिन्हित हुआ है फुटेज में, जो मारने वाला है, गोली मारने वाला है, उसको हमने चिन्हित कर लिया, वो भी एक जगह तैनात है। तो उसके लिए भी टीम निकल गई है, अतिशीघ्र उसको भी गिरफ्तार कर लेंगे। अभी तहरीर प्राप्त नहीं है, जैसी तहरीर प्राप्त होती है FIR दर्ज करके अग्रिम कार्रवाई की जाएगी। നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ പിതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പ്രതികളിൽ ഒരാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. എന്താണെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അത് നടത്തുകയാണ്. ആരൊക്കെയാണ് ഈ ആക്രമണം നടത്തിയതെന്ന് പോലീസിന് വ്യക്തമായ സാഹചര്യത്തിൽ പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും നാളെ 20 മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.